وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദ് വർകൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, ഉമ്മപ്പെങ്ങന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈം എന്ന സുഖലോക സ്വർഗ്ഗത്തിൽ നമ്മളേവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ ദീൻ, അതാണ് യഥാർത്ഥ ദീൻ. യഥാർത്ഥ മതമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ മതമായ ഇസ്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞതാണ്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതം മാത്രമാണ്. അല്ലാഹുവിന്റെ ദീൻ അത് പ്രബോധനം ചെയ്യാൻ അല്ലാഹു നിയമിച്ച ആൾക്കാരാണ് അമ്പിയാക്കന്മാർ. അമ്പിയാക്കളിൽ 1,24,000 പരം വരുന്ന അമ്പിയാക്കന്മാർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ നടത്തിയിട്ടുള്ളത് അല്ലാഹുവിന്റെ ദീൻ പ്രബോധനമാണ്. അതിൽ അവസാനത്തെ കണ്ണിയായ ഖാതിമുർ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ കുടുംബം, അവിടുത്തെ സ്വഹാബ കിറാം, ശേഷം വരുന്ന താബിഈങ്ങളും തബഉ താബിഈങ്ങളും അയിമ്മതീങ്ങളും അഖ്താബുകളും പണ്ഡിതന്മാർ, അതല്ലേ നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞു വെച്ചത്, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അത് അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കന്മാർ ഏതൊരു ദൗത്യമാണോ ഇവിടെ നിറവേറ്റിയിട്ടുള്ളത്, അത് മുറുകെ പിടിച്ച് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണ് പണ്ഡിതന്മാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസാണ്. സ്വലാത്ത് വാർഷികമാണ്. ആഴ്ചത്തോളം നടത്തി വരാറുള്ള, ആഴ്ചയിൽ നടക്കുന്ന സ്വലാത്ത് മജ്ലിസ്, അതിന്റെ വാർഷികമാണ് ഇന്ന്. MSF ബൊള്ളായി മുസ്ലിം സ്റ്റുഡന്റ് ഫെഡറേഷൻ ഈ സംഘടന വർഷത്തോറും നടത്തി വരാറുള്ള സ്വലാത്ത് വാർഷിക പരിപാടിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സ്വലാത്തിന്റെ മഹത്വം, നാം സ്വലാത്ത് പറഞ്ഞാൽ ആ സ്വലാത്തിന്റെ മഹത്വം എന്താണ്, ആ സ്വലാത്ത് പറഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്താണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അക്സറ സ്വലാഹ്, മൻ അക്സറ സ്വലാത അലയ്യ നവ്വറല്ലാഹു ഖൽബഹു. ഒരാൾ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചാൽ അവന്റെ ഖൽബ് അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ട് നിങ്ങൾ സംശുദ്ധമാക്കുക. ഖൽബ് ശുദ്ധമായ ആൾക്കാരെ അവസാനം വിജയിക്കുകയുള്ളൂ. ആഖിബത്ത് നന്നായി വിജയിക്കുന്ന ആൾക്കാരാണ് ഖൽബ് ശുദ്ധിയുള്ള ആൾക്കാർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കൽ കൊണ്ട് നിങ്ങൾ സംശുദ്ധമാക്കുക. അല്ലാഹുവിന്റെ ഓർക്കുന്ന ഭാഗമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് പറഞ്ഞാലുള്ള നേട്ടങ്ങൾ പണ്ഡിതന്മാർ അയിമ്മതീങ്ങൾ ധാരാളം എണ്ണിവെച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ പറഞ്ഞ് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കാം. ഒന്നാമത്തേത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടും. അല്ലാഹു നമ്മുടെ മേൽ സ്വലാത്ത് ചൊല്ലും. അതല്ലേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് പറയാൻ വേണ്ടി പറഞ്ഞത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ഞാനും എന്റെ മലായികങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഓ സത്യവിശ്വാസികളായ ജനങ്ങളെ, നിങ്ങളും ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വലാത്ത് ചൊല്ലുന്നവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് ചൊല്ലും. 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞത് അതിനെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. 10 അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ അല്ലാഹു അവർക്ക് ചെയ്തു കൊടുക്കും. ദുനിയാവിയായ അനുഗ്രഹങ്ങളും ഉഖ്റവിയായ ആഖിറത്തിലേക്കുള്ള നേട്ടങ്ങളും അല്ലാഹു ആ മനുഷ്യന് ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നേട്ടം എന്താണ്? ശഫാഅത്തുൻ നബിയ്യീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയ വ്യക്തി, അവനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പാരത്രിക ലോകത്ത് ശഫാഅത്ത് ചെയ്യും, ഉറപ്പാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. എല്ലാ ജനങ്ങളും നെട്ടോട്ടമോടുന്ന ആ ദിവസം, ഖിയാമത്ത് നാൾ, മഹ്ശറിൽ നെട്ടോട്ടം ഓടുന്ന ദിവസമാണ്. നഫ്സി നഫ്സി, സ്വന്തം കാര്യത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഓടുന്ന സമയമാണ്. അമ്പിയാക്കളാണെങ്കിലോ നബിമാർ നഫ്സി നഫ്സി, അവർക്കും വേറെ ഒരു നബിമാർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശമില്ല. എല്ലാവരോടും ഓടുന്ന ജനങ്ങളോടും നബിമാരും പറയുന്നത് നഫ്സി 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 എന്നാണ്. എന്റെ ശരീരം, എന്റെ അവസ്ഥ എന്നാണ്. അവസാനം ശുപാർശ ചെയ്യുന്ന നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു വ്യക്തിയുടെ അല്ലാഹു എല്ലാ വിഷയത്തിലും അല്ലാഹു വിചാരണ ചെയ്യപ്പെടും.
അള്ളാഹു ഒരു വ്യക്തിയെ കുറിച്ച് എല്ലാ വിഷയത്തിലും വിചാരണ ചെയ്യും. അവസാനം വിചാരണം ചെയ്തിട്ട് അവന്റെ വലത്തെ കൈയിലും ഇടത്തെ കൈയിലും നന്മയും തിന്മയും ചെയ്ത കിതാബുകൾ കൊടുക്കപ്പെടുന്ന സമയം, തുലാസിൽ തൂക്കപ്പെടുന്ന സമയം, അവസാനമായി ആ വ്യക്തി നല്ലോണം കുറെ തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ധാരാളം ചെയ്ത വ്യക്തിയാണെങ്കിൽ ഹബീബായ തങ്ങൾ ആ ഒരു കടലാസ് പോലത്തെ ഒരു വസ്തു കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ നന്മയുടെ തുലാസിൽ അത് വെക്കും. അങ്ങനെ ഭാരമാകും. അങ്ങനെയെല്ലാം ശുപാർശ ചെയ്യുന്ന നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. യൗമ യഫിറുൽ മർഉ അൻ അഖീഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ ബനീഹി. അതല്ലേ ഇപ്പോൾ പറഞ്ഞത്. എല്ലാവരും സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞു ഓടുന്ന സമയമാണ്. അപ്പോൾ സ്വന്തം ഭാര്യയെ നോക്കാനില്ല, മക്കളെ നോക്കാനില്ല, മാതാപിതാക്കളെയും സഹോദരന്മാരെയും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയമാണത്. ആ സമയത്തിൽ ശുപാർശ ചെയ്യുന്ന നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. ആർക്കും ശുപാർശ ചെയ്യാൻ അധികാരമില്ലാത്ത സമയമാണ്. ആ സമയത്തിൽ ശുപാർശ ചെയ്ത് മധ്യസ്ഥം നിൽക്കുന്ന നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമത്തേത് മലക്കുകളോടുള്ള പിന്തുടർച്ച. സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന വ്യക്തിക്ക് മലക്കുകളുടെ സഹായമുണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ ആ സ്വലാത്ത് എന്നിലേക്ക് അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അത് അല്ലാഹുവിന്റെ മാലാകമായ റഹ്മത്തിന്റെ മലായികീങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയുടെ അഡ്രസ് സമേതം ഹബീബായ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കാണിക്കപ്പെടുന്നതാണ്. നാലാമത്തെ നേട്ടമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ കാഫിറോ മുനാഫിഖോ ആയി ഈ ദുനിയാവിൽ നിന്ന് ആഖിബത്ത് മോശമായി മരിക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് പറയുന്ന വ്യക്തി അവൻ ഒരിക്കലും മുനാഫിഖാവൂല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി കാഫിറായി ചത്തുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് മനസ്സറിഞ്ഞ് നീയത്തോടെ എൻ്റെ ദോഷം പൊറുക്കണമെന്ന നീയത്തോടെ ഒരു സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അവന്റെ 80 വർഷത്തോളം ചെയ്ത ദോഷങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. അത്രയ്ക്കും പവറുള്ള നേതാവാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിന്റെ മേൽ സ്വലാത്തിന് അത്രയും പോരിശയുണ്ട്. അതല്ലേ ഇവിടെ വന്ന സയ്യിദവറുകൾ വലിയ സയ്യിദാണ്, നമ്മൾ കേട്ടവരാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടുത്തെ പുത്രനായ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ അവിടുത്തെ പൗത്രനാണ് ബഹുമാനപ്പെട്ട മഷ്ഹൂർ തങ്ങൾ ഉസ്താദ്. അല്ലാഹുവേ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ജീവിതം നീ നന്നാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ എൻ്റെ കർത്തവ്യം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ യോഗത്തിൽ
അധ്യക്ഷത വഹിക്കുന്നത് ഈ ജമാഅത്തിന്റെ പ്രസിഡന്റ്, അതേപോലെ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുന്ന MSFന്റെ കരുത്തുറ്റനായ നേതാവ്, ഗൗരവാധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് തഖാഫി ഉസ്താദ് അവർകളാണ്. അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സ്വാഗതമായി ഞാൻ, അതേപോലെ ഈ വേദിയിൽ ഇനി നടക്കാൻ പോകുന്ന ബുർദ, ഇതിനിക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്മാൻ തഖാഫി ഉസ്താദ്, നൗഫൽ ഹനീഫി ഉസ്താദ്, അതേപോലെ ഫാമിദ് ഹനീഫി, മുഹമ്മദ് അനസ് മംഗളൂർ എന്നിവരാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ബുർദ ആലപിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഇന്നത്തെ ഈ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് സഅദി ഉസ്താദ്, മുഹമ്മദ് മുസ്ലിയാർ, ഖലീൽ ഇബ്രാഹിം അൽ ഫുർഖാനി, അബ്ദുൽ ഹമീദ് മദനി, ഹാഫിൽ ഇസ്മായിൽ ഹനീഫി, അതേപോലെ BS അബൂബക്കർ അധ്യക്ഷರು ജുമാ മസ്ജിദ് ബൊള്ളായി, അതേപോലെ BS അബ്ബാസ് അധ്യക്ഷರು ಕಂಚಿಲ, BS മുഹമ്മദ് A1 മാജി അധ്യക്ഷರು ബദ്രിയ ജുമാ മസ്ജിദ് ബൊള്ളായി, അതേപോലെ PB അബൂബക്കർ ഹാജി മാജി അധ്യക്ഷರು ബദ്രിയ ജുമാ മസ്ജിദ് ബൊള്ളായി. എല്ലാവർക്കും ഒരേ വാക്യത്തിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ജനങ്ങൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ബുർദൻ്റെ ഞങ്ങൾക്ക് ബുർദവും അവതരിച്ച് തരുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഈ മജ്ലിസ് കൂടിയ നാട്ടുകാരെ, ഉമ്മപ്പെങ്ങന്മാരെ, മീഡിയ ഇതിൻ്റെ ഉസ്താദിൻ്റെ, അതുപോലെ ഞങ്ങളെ മൈക്കത്തിൻ്റെ അതിൻ്റെ പ്രവർത്തകന്മാരെ, അതുപോലെ തന്നെ MSF ജമാഅത്ത് കമ്മിറ്റി, കുത്തിബത്ത് കമ്മിറ്റി, നുസ്രത്തുൽ ഐത്താം കമ്മിറ്റി, എല്ലാ കമ്മിറ്റിൻ്റെ ഭാരവാഹികളെ, MSFൻ്റെ കീഴിൽ എല്ലാ രാത്രിയും എല്ലാ ആഴ്ചയിലവർക്ക് സ്വലാത്ത് നടക്കാറുണ്ട്. ഈ സ്വലാത്ത് 6 തുടങ്ങി ഇവിടെ മുമ്പ് ഖത്തീബായിട്ടിരിക്കുന്ന ഉദ്യാപര ഹമീത്തങ്ങൾ, ബഹുമാനപ്പെട്ട ഹമീത്തങ്ങൾ അവർ തുടങ്ങി. ആ സ്വലാത്തിൽ അത് ഇന്ന ഫിൽ ജസദി മുൽഗത്തുൻ ഇദാ സ്വലഹ സ്വലഹൽ ജസദു കുല്ലഹ. ഇന്ന ഫിൽ ജസദി, ഞങ്ങൾക്കുള്ള ശരീരത്തിലുള്ള ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക. ഞങ്ങളെടുക്കുന്ന ഇബാദത്തുകളും ഞങ്ങളെടുക്കുന്ന ദിക്റുകളും തസ്ബീഹുകളും എല്ലാ അമലുകളും ഖുർആനുകളും എല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾക്കുള്ള ആത്മാവിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം. അതാണ് ആ ദിക്ർ സ്വലാത്തിൽ നമ്മൾ കൂടുമ്പോൾ നമ്മൾക്കുള്ള ആത്മാവ് ഹൃദയത്തിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുകയാണ്. ഞങ്ങൾക്കുള്ള ശരീരത്തിനെ ഞങ്ങൾ ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങൾ ഇടുന്ന ഡ്രസ്സുകളെ ഞങ്ങൾ ശുദ്ധിയാക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കുള്ള ആത്മാവിനെ വന്നു ശുദ്ധീകരിച്ചെടുക്കുക. അതാണ് ദിക്ർ സ്വലാത്ത്. അപ്പോൾ ഈ സ്വലാത്തിൽ കിട്ടുന്ന ഈ പണം എന്തിനു വേണ്ടി ചെയ്യുന്നു? ചില ചില്ലർ ആൾമാർക്ക് സംശയമുണ്ട്, വേണ്ടാത്ത ചെലവ് ചെയ്യുന്നു. ഇല്ല, അത് പള്ളിൻ്റെ അഭിവൃദ്ധിയിലേക്ക് വേണ്ടി അല്ലാതെ ഒരേ ഒരു പൈസ ഇത്ര കാര്യത്തിലേക്ക് അതിന് ചെലവ് ചെയ്യുന്നില്ല. അപ്പോൾ MSF കമ്മിറ്റി കീഴിൽ നടക്കുന്ന ഈ സ്വലാത്ത് അതിന് കാലംശമാണെങ്കിൽ 3/4 അംശം വേറെ പണം അതിലേക്ക് കൂട്ടി കാണുന്ന ഒരു 8 ലക്ഷത്തോളം വരുന്ന ഈ മിനാരം,
അതുപോലെ തന്നെ ആ പള്ളിൻ്റെ ഉള്ളിൽ അഭിവൃദ്ധി അയക്കുന്ന 10-15 ലക്ഷത്തോളത്തുള്ള പൈസ, ആ പണം. അതുപോലെ തന്നെ ആ പള്ളിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു സ്റ്റീലിലെ കവറ്, അതുപോലെ തന്നെ പള്ളിൻ്റെ മേലഭാഗത്തുള്ള എല്ലാ ടൈൽസുകളും, അതുപോലെ തന്നെ ആ പള്ളിയിലേക്ക് തുടങ്ങി തീർന്നവരെ, അതുപോലെ തന്നെ ഈ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് ഒരുപാട് സംഭാവനകൾ നിങ്ങൾ MSF കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ തന്നെ ഈ സ്വലാത്ത് തുടങ്ങി ഈ MSF എന്ന് പറയുന്ന ഈ കമ്മിറ്റി തുടങ്ങിയത് ഹമീദ് തങ്ങൾ അവർകളാണ്. ഇനി അവസാനം അതേ ഹമീദ് തങ്ങൾ അഹ്ലു ബൈത്തിനെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് ബുള്ളായി നാട്. ആയതുകൊണ്ട് ആ തങ്ങൾക്കുള്ള മുമ്പേ വസിയത്ത്, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഖബറ് ഇവിടെ, അതും ഞങ്ങൾക്കുള്ള ഭാഗ്യമാണ്. ഇന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു ഉപദേശം കേട്ടു ബഹുമാനപ്പെട്ട തങ്ങളത്. തങ്ങൾക്കുള്ള ബാപ്പ ഏറ്റവും വലിയ, നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ പേരെടുത്ത ഒരാളാണ്. അയാളുടെ ഉപ്പ താജുലുലമ തങ്ങൾ ലോകത്തിൽ തന്നെ, ഓൾ ഇന്ത്യത്തിൽ തന്നെ പേരെടുത്ത ഒരാളാണ്. എല്ലാവരും ഈ ഞങ്ങൾക്കുള്ള ബുള്ളയിലേക്ക് നാട്ടിൽ വന്നത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഇരുവീട്ടിലും സന്തോഷത്തിലും റാഹത്തിലും അല്ലാഹു ആക്കിയിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ സ്നേഹിതന്മാരെ, മുസ്ലിം സമുദായം ഖേദത്തിലും ദുഃഖത്തിലിരിക്കുന്ന അല്ലാഹുവിൻ്റെ പരീക്ഷയാണ്. കാരണം ഞങ്ങൾക്കുള്ള അക്രമങ്ങളും ഞങ്ങൾക്കുള്ള ഇബാദത്തുകളും കുറയുമ്പോൾ അല്ലാഹു ഞങ്ങളെ പല വിധത്തിലും അല്ലാഹു നമ്മളെ ശിക്ഷിക്കുകയാണ്, നമ്മളെ പരിശോധിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം കൊണ്ട്, അള്ളാഹുവിനിക്കുള്ള തഖ്വ കൊണ്ട്, അള്ളാഹുവിൻ്റെ ദിക്ർ തസ്ബീഹുകൾ കൊണ്ട്, ബുർദകളെ കൊണ്ട്, നൽ പ്രവൃത്തികളെ കൊണ്ട് നാം പ്രവർത്തിച്ചു കൊണ്ട് വരുമ്പോൾ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നു. ഖബാനെ തകർക്കാൻ വേണ്ടി അങ്ങനെയുള്ള അക്രമങ്ങൾ, മുസ്ലിം സമുദായത്തിൻ്റെ നശിപ്പിക്കുന്ന ആക്രമിക്കുന്ന അക്രമങ്ങൾ ഖിയാമത്ത് ദിവസം വരെ വരാനുണ്ട്. ഇനി അവസാനം ദജ്ജാൽ വരാനുണ്ട്. ദജ്ജാലിന് മുമ്പ് പല അക്രമികളും വരാനുണ്ട്. ലഹനത്താകപ്പെട്ട ഫറവോ ചക്രവർത്തി അബൂജാഹിൽ, ഇതുപോലെ പല ജനങ്ങളും വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. പക്ഷേ ഞങ്ങൾ എന്ത് വേണം? അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്തു, അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലി നല്ല അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുസീബത്ത് പല അക്രമങ്ങൾ വരുമ്പോൾ 2 കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായം ഖേദത്തിലായപ്പോൾ പണ്ഡിതന്മാർ കൽപ്പിച്ചു 5 വക്ത നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാൻ വേണ്ടി. ഖുനൂത്ത് ഓതി എല്ലാ പള്ളികളിലും പ്രാർത്ഥനകളും ദിക്റുകളും തസ്ബീഹുകളും ഖുനൂത്തുകളും പ്രാരംഭിച്ചു പോയി. പക്ഷേ ആ മുസീബത്ത് അവിടേക്ക് സാന്ത്യായി നിന്നു. കഅബത്തിനെ തകർക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ സൈന്യങ്ങൾ വന്നപ്പോൾ തൈറൻ അബാബീൽ എന്ന പക്ഷികളെ കൊണ്ട് അല്ലാഹു നശിപ്പിച്ചു. എന്തുകൊണ്ട്? അവിടുത്തെ പാവപ്പെട്ട മുസ്ലിമുകൾ, അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്യുന്ന, അള്ളാഹുവിനിക്ക് ഇബാദത്ത് എടുക്കുന്ന, അള്ളാഹുവിനിക്ക് ആരാധിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ 2 കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ നിന്റെ കഅബാനെ സംരക്ഷിക്കാൻ പാവപ്പെട്ട മുസ്ലിമുകൾക്ക് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് 2 കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കൊണ്ട് അല്ലാഹു തൈറൻ അബാബീൽ എന്ന് പറയുന്ന പക്ഷികളെ കൊണ്ട് അല്ലാഹു അവരെ നശിപ്പിച്ചു, പരാജയപ്പെടുത്തി. ആയിട്ടില്ല. ബദ്ർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് ശത്രുക്കൾ മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അടുത്ത് കുറഞ്ഞ സഹാബക്കൾ 2 കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ മുസ്ലിം സമുദായത്തിനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി കൊണ്ട് അല്ലാഹു ബഹുമാനപ്പെട്ട മീകായിൽ, ജിബ്രീൽ, അസ്രായിൽ ഇതുപോലെ ഒരുപാട് മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തി, സലാമത്താക്കി. അതുപോലെ തന്നെ ഇനിയും കുറേ അപ്പോൾ ഞങ്ങൾക്ക് മുസീബത്ത് വന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ്, ആ ദുആയാണ്, ആ തഖ്വയാണ് ഞങ്ങൾക്കുള്ള ഈ ദുനിയാവും ആഖിറത്തിന്റെ വിജയം. ആ വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. ഞങ്ങളെല്ലാവരും ഇരുവീട്ടിലും സന്തോഷത്തിലും റാഹത്തിലും അള്ളാഹു ആക്കിയിരിക്കട്ടെ. സിഹിറമാരെ സിഹിറിൽ നിന്നിട്ട്, ഫിത്തനക്കാരെ ഫിത്തറിൽ നിന്നിട്ട്, വഞ്ചനക്കാരെ വഞ്ചനയിൽ നിന്നിട്ട്, മുസ്ലിം സമുദായത്തിന് ആക്രമിക്കാൻ വേണ്ടി വരുന്ന സർവ്വ ശത്രുക്കൾക്കുള്ള ഫിത്തറിൽ നിന്നിട്ട്, വഞ്ചനയിൽ നിന്നിട്ട് മുസ്ലിം സമുദായത്തിന് ഞങ്ങളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ആക്കിവത്ത് അള്ളാഹു നന്നാക്കട്ടെ, ഈമാൻ സലാമത്താക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട്
ഇന്ന ഫതഹിനാ ലക ഫതഹൻ മുബീന എന്നുള്ള അള്ളാഹുവിൻ്റെ തിരുനാമം കൊണ്ട് ഇന്നത്തെ യോഗത്തിന് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു. ഇനി ബുർദ വിത്ത് തുടങ്ങാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ബുർദ, ഏറ്റവും ബുർദ നബിൻ്റെ മദ്ഹാണ്. ആ മദ്ഹ് കേൾക്കളും അതൊരു ഇബാദത്താണ്. നല്ല രസമായി രസത്തിൽ ഉസ്താദ് പണ്ഡിതന്മാർ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും അവർ അതിനെ കേൾക്കുക. ആ ഉസ്താദന്മാർക്ക് നല്ലത് വേളെ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തറാന് വേണ്ടിയും അത് കേൾക്കാൻ വേണ്ടിയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹം നൽകട്ടെ. ഇതൊരു സ്വാലി അമലായി കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.